നമ്മുടെ ഓണത്തിനുള്ള എന്താ പച്ചക്കറികൾ നമുക്ക് അത്യാവശ്യം സാമ്പാറിലും അവിയലിലും ഒക്കെ വേണ്ട വെള്ളരിയാണത് കേട്ടോ. വെള്ളരി ഇങ്ങനെ പടർന്നു വരികയാണ്. അപ്പം ഞാനൊരു പടത്തി കൊടുക്കാൻ സൗകര്യമില്ലാത്ത കാരണം ഞാനൊരു ഇങ്ങനെ ഓല ഇട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ എവിടെയെങ്കിലും ഒന്ന് പടർന്നോട്ടെ, എന്തായാലും കായ്ക്കും, കായ്ക്കാതിരിക്കില്ല. ഉണ്ടോ ഉണ്ടോ പൂവൊക്കെ വന്നിട്ടുണ്ട്. അത് പൂവൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ കായൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് അത്യാവശ്യം ഓണത്തിനുള്ള കുറച്ച് കിട്ടിയാൽ മതി. ഉണ്ടോ അങ്ങനെ എൻ്റെ വെള്ളരി കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. വെള്ളരി ഇനി കായിട്ടാലും നമുക്ക് ഓണത്തിന് റെഡിയായി കിട്ടും. ഇതാണ് എൻ്റെ വെള്ളരി കുഞ്ഞുങ്ങൾ. ഇവർക്ക് ഞാൻ നല്ല അടിവളമൊക്കെ ഇട്ട് നമ്മുടെ കുമ്മായമൊക്കെ ട്രീറ്റ് ചെയ്ത മണ്ണിലാണ് വെച്ചത്. എന്നിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കും ഒരു ഇച്ചിരി എല്ലുപൊടിയും കൂടെ മിക്സ് ആയതാണ് ഇപ്പോൾ മേടിച്ചത് ഞാൻ. അത് കാരണം ഞാൻ അല്ലെങ്കിൽ സാറിന് എല്ലുപൊടി അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെയൊക്കെ ചെടിയോ കുറച്ച് താമസമുള്ള ചെടിയൊക്കെ ഇടാറുള്ളായിരുന്നു. ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ മിക്സ് കിട്ടിയത് കാരണം അതാണ് ഞാൻ വാങ്ങിയിട്ടത്. ഞാൻ വളമൊക്കെ ഒരുപാട് ഇടാറില്ല കേട്ടോ, കുറച്ചേ ഇടാറുള്ളൂ. പിന്നെ ആദ്യം ഇച്ചിരി കോഴി കാഷ്ടം കൂടെ ഇട്ടായിരുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ ഒരിച്ചിരി നല്ല ചാണകപ്പൊടി ഇട്ട്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ ഇപ്പോഴാണ് മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിലൊക്കെ മണ്ണും കൂടെ നിറച്ചൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ സവാള, വെളുത്തുള്ളി തൊലിയൊക്കെ നമ്മുടെ പഴം കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് 2-3 ദിവസം പുളിപ്പിച്ചിട്ട് 3 ദിവസം ഇട്ട് വെച്ചിരുന്നു കേട്ടോ. ഞാൻ 3-4 ദിവസം ഇട്ട് വെച്ചിരുന്നു. എന്നിട്ടത് നന്നായിട്ട് ഞെവിടി പിഴിഞ്ഞ് അതാണ് ഞാൻ ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തത്. പിന്നെ അതല്ലാതെ ഒരിക്കൽ ബിവേറിയ കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് വളരുന്നുണ്ട്. ഞാനിത് കൂടാതെ വേറെയും വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറി. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ.